ഒരു മാസം 20 ടീമുകൾ, 2000-ലേറെ ഓവറുകൾ, എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ്. ഈ വേൾഡ് കപ്പ് ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ടീമായിരുന്നു ഇന്ത്യ. ആ പ്രതീക്ഷയോടുകൂടി ഗ്രൂപ്പ് മാച്ച് തുടങ്ങി ഇന്ത്യക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ലായിരുന്നു. ഓരോ ഗ്രൂപ്പ് മാച്ചും ഓരോ പരീക്ഷണങ്ങളായിരുന്നു. ഓരോ പുതിയ ടീമും ഓരോ പ്രഷറാണ് ഇന്ത്യക്ക് മേലെ സെറ്റ് ചെയ്തത്. പേഴ്സണൽ ആയിട്ടുള്ള മിസ്റ്റേക്കുകളൊന്നും അല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കളക്റ്റീവായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് മാച്ചസിലൊക്കെ. എങ്കിലും നമ്മൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് സൂപ്പർ 8-ലെത്തി. പക്ഷെ എല്ലാവർക്കും അറിയാം എവിടെയോ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന്. ആസ് എ റിസൾട്ട് നമ്മൾ സൗത്ത് ആഫ്രിക്കയോട് തോറ്റു. പക്ഷേ ടീം ഇന്ത്യയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ലേൺ ഫ്രം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന, ഏതൊരു പ്രഷർ സിറ്റുവേഷനിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ടിട്ട് അടുത്ത മാച്ച് അത് കറക്റ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അത് ഭയങ്കര ബ്രില്യന്റ് ആണ്. ആ ഒരു പാഠം ഉൾക്കൊണ്ട് ബാക്കിയുള്ള സൂപ്പർ 8 മാച്ചസ് ഒക്കെ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജയിച്ചിട്ട് നമ്മൾ സെമിയിലെത്തി. സെമി മാച്ച് നമ്മൾ കണ്ടു. ബാറ്റിംഗിന്റെ അഴിഞ്ഞാട്ടം, സഞ്ജുവിന്റെ തിരിച്ചുവരവ്, എല്ലാം ഒത്തിരി കോൺഫിഡൻസ് തരുന്നതാണ്. മിഡിൽ ഓവേഴ്സിന്റെ ബോളിംഗ് ഇപ്പോഴും ചെറിയ കൺസേൺ ആണ്. പക്ഷേ നാളെ ഫൈനലിൽ നമ്മൾ അത് പരിഹരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസിലാൻഡിന്റെയും ഈ T20 വേൾഡ് കപ്പ് ക്യാമ്പയിൻ അടിപൊളിയായിരുന്നു. ഗ്രൂപ്പ് മാച്ചസും നല്ല കളികളാണ് അവർ കളിച്ചത്. സൂപ്പർ 8-ൽ അവർക്കും ചെറിയ കാലിടറി. പക്ഷേ വീണ് കിട്ടിയ ഭാഗ്യം മുതലെടുത്ത് സെമിയിൽ അവർ നല്ല രീതിയിൽ പൊരുതി ഫൈനലെത്തിയിരിക്കുകയാണ്. അതും മൈറ്റി സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ചിട്ടാണ് അവർ ഫൈനലെത്തിയത്. ഇന്ത്യയെ പോലെ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയെക്കാൾ ഏറെ ഫേവറേറ്റ് ആയിട്ട് ഈ വേൾഡ് കപ്പ് ജയിക്കാൻ ചാൻസുള്ള ടീമായിരുന്നു സൗത്ത് ആഫ്രിക്ക. അവരെയാണ് ന്യൂസിലാൻഡ് സെമിയിൽ തോൽപ്പിച്ച് ഫൈനലെത്തിയിരിക്കുന്നത്. സോ അതിന്റെ കോൺഫിഡൻസ് അവർക്കും ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ്. നാളെ ഏത് ടീം ജയിച്ചാലും അവിടെ പറക്കാൻ പോകുന്നത് പുതിയൊരു ചരിത്രമായിരിക്കും. ടീം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ T20 വേൾഡ് കപ്പ് 3 പ്രാവശ്യം ജയിക്കുന്ന ആദ്യത്തെ ടീമായിട്ട് ഇന്ത്യ മാറും. രണ്ടാമത്തത് വേൾഡ് കപ്പ് ഡിഫെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ചാമ്പ്യൻ ടീം ഇന്ത്യയായിട്ട് മാറും. മൂന്നാമത്തത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഫൈനൽ വിജയം. 2023-ലെ ഫൈനലിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ നെഞ്ച് 15,000 കീറിയ ഒരവസ്ഥയായിരുന്നു. നമ്മളെല്ലാരെയും നിശബ്ദരാക്കി മടങ്ങിയ ഓസ്ട്രേലിയ. അതേപോലത്തെ സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാനിഫെസ്റ്റ് ചെയ്യുന്നു.